സർക്കാർ ഹോമുകളിലും സ്വകാര്യ മന്ദിരങ്ങളിലും കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മതിയായ മെഡിക്കൽ പരിശോധന ഉറപ്പുവരുത്തുന്നതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വൻവീഴ്ച. കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലും സ്വകാര്യ മന്ദിരത്തിലും കഴിഞ്ഞ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഗർഭിണിയാണെന്ന് അധികൃതർ അറിഞ്ഞത് 6 മാസത്തിനു ശേഷം. കുട്ടികളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ ഗുരുതരമായ വീഴ്ച വരുത്തി എന്നാണ് പ്രധാന ആരോപണം. ശിഥിലമായ കുടുംബത്തിൽ നിന്ന് സുരക്ഷിത സ്ഥാനം തേടിയാണ് പെൺകുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കവേ കോഴിക്കോട് സർക്കാർ ഹോമിലെത്തിയത്. 2016 ഡിസംബറിൽ സ്കൂൾ അവധിക്കാലത്ത് വീട്ടിൽ പോയപ്പോഴാണ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. ജൂണിൽ ഹോമിൽ തിരിച്ചെത്തിയെങ്കിലും അധികൃതർ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാതിരുന്നതിനാൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞില്ല. കുട്ടിയെ പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ഹോമിലേക്ക് മാറ്റി. 6 മാസത്തിന് ശേഷം സ്കൂളിൽ കോർപ്പറേഷൻ ഹെൽത്ത് നഴ്സ് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം പുറത്തറിഞ്ഞത്. 13 വയസ്സിൽ ഗർഭിണിയായ പെൺകുട്ടിക്ക് ഇത്രയും കാലം യാതൊരു പരിചരണമോ പരിശോധനയോ ലഭിച്ചില്ല. ഹോമുകളിൽ കഴിയുന്ന പെൺകുട്ടികൾക്ക് മാസത്തിലൊരിക്കലെങ്കിലും വൈദ്യപരിശോധന നടത്തണമെന്നാണ് ബാലാവകാശ നിയമമെങ്കിലും ഇവിടെ അതുണ്ടായില്ല. സ്റ്റാൻഡേർഡൈസ്ഡ് ഹോംസിൻ്റെ കുറേ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ആക്ടിൽ കൃത്യമായിട്ട് എങ്ങനെയായിരിക്കണം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഹോം എന്നുള്ളത്. അതിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഓരോ കുട്ടികളുടെയും മെഡിക്കൽ റെക്കോർഡ്സ് മന്ത്ലി മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെക്കോർഡ്സ് പറയുന്നുണ്ട് ആക്ടിൽ. അപ്പോൾ അതിൽ മെഡിക്കൽ റെക്കോർഡ്സ് പറയുന്നുണ്ട്. സർക്കാർ ഹോമുകളിലെത്തുന്ന പെൺകുട്ടികളെ പിന്നീട് സ്വകാര്യ ഹോമുകളിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ സാമ്പത്തിക താൽപ്പര്യമുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. നിലവിൽ ചിൽഡ്രൻസ് ഹോമിലെ 15 പെൺകുട്ടികൾ കോഴിക്കോട്ടെ സ്വകാര്യ ഹോമിൽ താമസിക്കുന്നുണ്ട്. പീഡന വിവരം പുറത്തറിഞ്ഞതിനെ തുടർന്ന് താനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രസവത്തിനു ശേഷം പഠനം നിർത്തേണ്ടി വന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചുപോയിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്.